റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് പലതവണയും ഓറയെക്കുറിച്ച് പല വീഡിയോസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിലൊക്കെയും ഞാൻ ഓറയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംസാരിച്ച സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന വേണം കൊടുത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഡൗട്ടായിട്ട് വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഒരു രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് അത് ഓറയിൽ വ്യാപിച്ചിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ അത് കാണുക എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നോണം അതിന് ഉത്തരം കൊടുക്കുകയുണ്ടായി. അത്തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ അല്ലെങ്കിൽ ഓറയിൽ ഒരു അസുഖം വ്യാപിക്കുന്നത്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കറിയാം എന്താണ് ഓറ എന്നുള്ളത്. നമുക്കറിയാം ഓറ സ്ട്രെങ്ത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഓറ സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ഓറ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഓറയിലേക്ക് അസുഖം വ്യാപിക്കുക? നമ്മൾ ഒരുപാട് കാലമായി കൂട്ടിവെച്ച നെഗറ്റീവ് ചിന്തകൾ, നമ്മൾ ഒരുപാട് കാലങ്ങളായി കൂട്ടുന്ന നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് നമുക്ക് അസുഖമായി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാവുക അല്ലേ? അത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ഒരു ക്യാൻസർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസീസ് വരുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയും. പക്ഷേ ഭക്ഷണത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്, ഇല്ല എന്നൊരിക്കലും ഞാൻ സമർത്ഥിക്കില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അഭിമുഖീകരിച്ച് പോകുന്നു, അതെല്ലാം ഓറയുമായിട്ട് കണക്റ്റഡാണ്. എങ്ങനെ ഒരാളോടുള്ള ദേഷ്യം, വൈരാഗ്യം ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, അതവിടുന്ന് ക്ലെൻസ്ഡ് ആവുന്നില്ല, ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടുന്ന് ഉണ്ടാവുന്നില്ല. അത്തരത്തിൽ ഹീലിംഗ് പ്രോസസ്സ് നടക്കാതെ വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ അതൊരു അസുഖമായിട്ട് മാറുന്നത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കുറിച്ച് സ്ഥിരമായി മോശം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ആരെന്ത് ചെയ്താലും അതിനൊക്കെ നെഗറ്റീവ് സൈഡ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓറയിൽ അതിൻ്റെ റിയാക്ഷൻസും റിഫ്ലക്ഷൻസും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാലക്രമേണ നിങ്ങൾ എന്തിനെയാണോ എതിർത്തത് അതിനെയൊക്കെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളൊരു അസുഖത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യുക. എല്ലാവർക്കും സെൽഫ് ഹീൽ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് മൃഗങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ മൃഗങ്ങളും അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ? അല്ല. നമ്മൾ വളർത്തുന്ന പെറ്റ്സിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ നമ്മൾ അവരെ ഡോക്ടറെ കാണിക്കും. ബാക്കിയുള്ള ജീവജാലങ്ങളെ എടുക്കുമ്പോൾ അവർ സെൽഫ് ഹീൽ ചെയ്യുന്നവരാണ്. ഫാസ്റ്റിംഗ് എടുത്തും ഫുഡ് കഴിക്കാതെ 2-3 ദിവസമൊക്കെ ഇരുന്നു കൊണ്ട് അവർക്ക് സെൽഫ് ഹീൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ജീവജാലങ്ങളാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. പക്ഷെ മനുഷ്യനും ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മളെ സെൽഫ് ഹീൽ ചെയ്യാൻ പഠിക്കണം. സെൽഫ് ലവ് എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഹീലിങ്ങും. സെൽഫ് ഹീലിംഗ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ ഒരു കോസ്മിക് എനർജി വൈബ്രേഷൻ ശരീരത്തിലേക്ക് വരികയും ആ കോസ്മിക് എനർജി നിങ്ങളുടെ ഓറയും നിങ്ങളുടെ ചക്രാസിനെ ഓട്ടോമാറ്റിക്കലി ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ റെയ്ക്കി, പ്രാണിക് ഇങ്ങനെയൊക്കെയുള്ള ഹീലിംഗ് തെറാപ്പികൾ ഞങ്ങളെപ്പോലുള്ള ഹീലേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ ആ എനർജിയെ, കോസ്മിക് എനർജിയെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കുറ്റമോ കുറവോ പറയാൻ പോകില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കി സ്വന്തമായ ജീവിതത്തിലേക്ക് അവർ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് കുറേ അധികം നാളുകൾ അത്തരത്തിൽ ജീവിച്ച് എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റോടുകൂടി ജീവിച്ച് ഒരുപാട് അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരുപാട് പേരെ എനിക്ക് ചുറ്റിനും എനിക്കറിയാം. എൻ്റെ പരിചയത്തിലും എൻ്റെ ക്ലയൻറ്റിൻ്റെ ലിസ്റ്റിലുമൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർ ദിനം പ്രതി ഉണ്ട്.
അപ്പോൾ നിങ്ങളുടെ അസുഖത്തിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പൂർവ്വജന്മ കർമാസ് നിങ്ങളുടെ അസുഖത്തിന് കാരണമായി വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പൂർവ്വജന്മ കർമാസ് എങ്ങനെയാണോ നിങ്ങളുടെ അസുഖത്തിന് കാരണമായി വരുന്നത്, അതേപോലെ തന്നെയാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമാസും. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ചിന്ത, ഇതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഓറയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറ സ്ട്രെങ്ത് അല്ലാതെ, ഓറ കളർഫുൾ അല്ലാതെ, നിങ്ങൾ നെഗറ്റീവ് എനർജി റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പുറത്തുനിന്ന് എന്തിനും നിങ്ങളെ അറ്റാക്ക് ചെയ്യാം. അത് അസുഖമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവാം. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണക്കാർ അൾട്ടിമേറ്റ്ലി നിങ്ങളാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വന്നു കഴിയുന്ന ആ മൊമെൻറ്റിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ് ഇവിടെ റീതിങ്ക് ചെയ്യേണ്ടത്? ഓറയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ഓറ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി. അത് വളരെ എളുപ്പത്തിലൊന്നും നടക്കില്ല. ഒരു 21 ദിവസമൊക്കെ എടുത്ത് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ പുറത്തു വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പലരും ഹീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് സംസാരിക്കും. എന്താണ് ചെയ്യേണ്ടത്? പേയ്മെൻറ്റ് വാങ്ങിക്കാതെയുള്ള ഹീലിങ്സിൻ്റെ കാര്യമാണ്. റേക്കിയോ പ്രാണിക് ഹീലിങ്ങോ അല്ല, മെഡിറ്റേഷനുമായിട്ട് കണക്ട് ചെയ്തുള്ള ഹീലിംഗ് പ്രോസസ്സാണ്. ഒരു 3 ദിവസമൊക്കെ മെഡിറ്റേഷൻ്റെ വഴിയിലൂടെ അവർ സഞ്ചരിക്കും. എനിക്കറിയാം, പെട്ടെന്നൊരു ഒന്നും പറഞ്ഞു കൊടുത്താൽ അവർ തലയിൽ കയറില്ല. ഒരു 21 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോസസ്സ് എടുത്തെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരത് ചെയ്തു കൊള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ 21 ദിവസം നമ്മുടെ കൂടെ നിൽക്കണം. ഞാനത് പറഞ്ഞു തരാം. 21 ദിവസം നിങ്ങൾ അരമണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ജോയിൻ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞ് പല ആൾക്കാരും 3-4 ദിവസമൊക്കെ കണ്ടിന്യൂസ് ചെയ്യും. അന്നേരം അവർ പറയും, ഈ 3-4 ദിവസം കൊണ്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം കിട്ടും, നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാതെ നല്ല ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കും, നല്ല ഫാസ്റ്റായിട്ട് നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ 4 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ബാക്ക് ടു ലൈഫിലേക്ക് പോയിട്ടുണ്ടാവും. സോ അവർ വീണ്ടും പിന്നീട് കണക്ട് ചെയ്യില്ല. പക്ഷേ 21 ദിവസമൊക്കെ കറക്റ്റായിട്ട് മെഡിറ്റേഷൻ എന്താണ്, എങ്ങനെയാണ് ഹീലിംഗ്, എങ്ങനെയാണ് സെൽഫ് ഹീലിംഗ് മെഡിറ്റേഷനകത്തൂടെ എങ്ങനെ സാധ്യമാകും, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പിന്നീട് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അതിനെ കൊണ്ടുപോകും. അവർക്ക് പിന്നീട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാനും അസുഖങ്ങളെ അതിജീവിക്കാനൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് അവർ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഷീൽഡാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ചിന്ത. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ സംസാരം, ഇതെല്ലാം നിങ്ങളുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഭക്ഷണം, ആവശ്യമില്ലാതെ വാരി വലിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ അവരുടെ ഓറയൊന്നും അത്ര സ്ട്രെങ്ത് ആയിരിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ബേസാണ്, ഇതിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ ഒന്നിനെ മാത്രമല്ല, നിങ്ങളുടെ ഫുൾ ലൈഫ് സ്റ്റൈലിനെയാണ് ഓറ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഉള്ള ഓറ നേടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ തിരിച്ച് പോസിറ്റീവാക്കി നിങ്ങളൊന്ന് എന്താ പറയുക, റൂട്ട് തിരിച്ച് വിട്ടാൽ മതി. അപ്പോൾ അത് തീർത്തും എന്താണ് പോസിറ്റീവ് ആയിക്കുള്ളൂ. സോ ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ഭാഗമാകാൻ, അതായത് മെഡിറ്റേഷനിലൂടെ ഹീലിങ്ങിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 21 ഡേയ്സ് ചെയ്യുന്ന ഒരു കോഴ്സൊക്കെ ഉണ്ട്. ഞാനതിനെ എൻ്റേതായ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. അതിൻ്റെ ഭാഗമാകാൻ, അതിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റേക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ് അങ്ങനെയുള്ള ഹീലിംഗ് തെറാപ്പികളാണ് ആവശ്യമെങ്കിൽ അതിനും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ കൊടുത്തേക്കാം. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുകയാണ്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരേ വീഡിയോസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, സമയമില്ലാത്തത് കൊണ്ടാണ്. സോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം, ഇൻബോക്സിൽ കൊടുത്തേക്കാം. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.